ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് വിലായത്ത് ബുദ്ധ എന്ന പുസ്തകമാണ്. ചാപ്റ്റർ 1. ഇടുക്കി, മറയൂർ. 10 വർഷം മുമ്പ് ഒരു സന്ധ്യാനേരം തയ്യൽക്കാരൻ ഉതുപ്പാന്റെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു ഭാസ്കരൻ സാർ. പാടത്തിന്റെ കരയിലൂടെയുള്ള റോഡ് അന്ന് ടാർ ചെയ്തിട്ടില്ല. 3-4 ദിവസമായി നല്ല മഴയുമുണ്ടായിരുന്നു. വല്ലാത്ത അന്തരീക്ഷം. താഴ്വരയെ ആകെ പാമ്പ് കടിച്ച മട്ടിൽ ഇരുണ്ട നിറം. 2 മലകളെ ബന്ധിച്ചെന്ന വിധം ഒരു മഴവില്ല് തെളിഞ്ഞു നിന്നിരുന്നു. അതും നോക്കി നടക്കവേ മഴവില്ല് മെല്ലെ മെല്ലെ മങ്ങി മങ്ങി വന്നു. ചാപ്റ്റർ 2. എതിരെ ചോലക്കലെ ചെമ്പകവും മകൾ ചൈതന്യവും കൂടി നടന്നു വരികയായിരുന്നു. ഭാസ്കരൻ മനഃപൂർവ്വം കുടയെടുത്തു നിവർത്തി. സൂക്ഷിക്കണം, ചെമ്പകത്തിന്റെ റെക്കോർഡത്ര ശരിയല്ല. ചെമ്പകത്തിന് പക്ഷേ ഇമേജിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒതുങ്ങി നടന്നു പോകാൻ ഒരുങ്ങിയ ഭാസ്കരനെ കണ്ട്, നിന്റെ സാറല്ലേടി, ഗുഡ് നൈറ്റ് പറയടി എന്ന് പറഞ്ഞ് അവൾ ഓൾക്ക് ഒരു തോണ്ട് വെച്ചു കൊടുത്തു. ചൈതന്യം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. ഭാസ്കരനിലെ അധ്യാപകൻ ഉണർന്നു. ഗുഡ് ഈവനിങ് എന്നാ പറയേണ്ടത്. ചെമ്പകം ഷടീന്ന് തിരുത്തി. നിർബന്ധമില്ല സാറേ, അവളിനി സാറിനെ ഇന്ന് കാണുകയില്ലല്ലോ, അപ്പോ ഗുഡ് നൈറ്റ് എന്നും പറയാം. ഭാസ്കരൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഏതോ ഇംഗ്ലീഷ് വിദ്വാനുമായിട്ടായിരിക്കും അവളുടെ പുതിയ സംസർഗമെന്ന് സമാധാനിച്ച് ഒന്ന് ഇരുത്തിമൂളി ഭാസ്കരൻ മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു. അന്നേരം മകൾ ചൈതന്യം അമ്മയോട് അടക്കം പറയുന്നത് കേട്ടു. പഴയ പുലിയായിരുന്ന സാറ അയ്യോ ഇപ്പോഴങ്ങ് പൂച്ചയായിപ്പോയി. ചെമ്പകം വിടാനൊരുക്കമായിരുന്നില്ല. തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അല്ല സാറിതെങ്ങോട്ടാ? തിട്ടമില്ലാത്ത വഴിയിൽ, അതും ഈ ത്രിസന്ധ്യയിൽ? സാറ് പറഞ്ഞു, ത്രിസന്ധ്യയൊന്നുമല്ല, മകരമല്ലേ, നേരത്തെ ഇരുട്ടിത്തുടങ്ങിയെന്നേയുള്ളൂ. എന്നാലും സൂക്ഷിക്കണേ, റോഡ് വഴുതുമോ? വാ പൊത്തി ചെമ്പകം ചിരിച്ചു. ഭാസ്കരൻ വഴുതുകയില്ല എന്ന് സാറും തിരിച്ചടിച്ചു. അയാൾ ഒന്നുകൂടെ സൂക്ഷിച്ചു നടന്നു. കുറെ ദൂരം നടന്നപ്പോൾ ചെമ്പകത്തിന്റെ വീടും പിന്നാലെ വിശാലമായ കരിമ്പു വയലും പിന്നിൽ തയ്യൽക്കാരൻ ഉതുപ്പാൻ താമസിക്കുന്ന മലയും നിഴലുപോലെ തെളിഞ്ഞു. ചെമ്പകം പറഞ്ഞത് നേരാ. നേരം പെട്ടെന്ന് ഇരുണ്ടുവരുന്നു. ഭാസ്കരൻ വേഗം നടന്നു. ചാപ്റ്റർ 3. അന്നേ ദിവസം രാത്രി ഒരു 10:30-11 മണിയായി കാണും. മറയൂർ ടൗണിലേക്ക് ഭാസ്കരന്റെ +2 പഠിക്കുന്ന അനി എന്നു വിളിപ്പേരുള്ള അനിൽ ഭാസ്കർ വേഗത്തിൽ സൈക്കിൾ ചവിട്ടി വന്നു. പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ചവിട്ടി നിർത്തി. 2ാം നിലയിലേക്ക് നോക്കി അവൻ ഇച്ചിരി അങ്കലാപ്പോടെ ഉറക്കെ വിളിച്ചു, കൂയി ബാബുച്ചേട്ടാ. ഭാസ്കരൻ സാറിന്റെ പാർട്ടിയിലെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ബാബു. ഓഫീസിൽ തന്നെയാണ് കിടപ്പ്. ബാബുവിന്റെ തല കൈവരിയിൽ പ്രത്യക്ഷപ്പെട്ടു. അനി ചോദിച്ചു, അച്ഛൻ ഇങ്ങോട്ട് വന്നോ? ബാബു പറഞ്ഞു, ഉതുപ്പാന്റെ വീട്ടിലേക്കിന്ന് പറഞ്ഞു പോയതാണല്ലോ. എപ്പോ? വൈകിട്ട് ഒരു 5:30 കഴിഞ്ഞു കാണും. എന്താ? ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഷേ, ബാബു വിശ്വസിക്കാത്ത മട്ടിൽ പറഞ്ഞു. ചാപ്റ്റർ 4. തയ്യൽക്കാരൻ ഉതുപ്പാന്റെ വീടിരിക്കുന്ന മല. അങ്ങോട്ടേക്ക് അനി കഷ്ടപ്പെട്ട് സൈക്കിൾ ചവിട്ടിക്കയറ്റി. കിതച്ചോണ്ട് അച്ഛനെ അന്വേഷിച്ചു. ഉതുപ്പാൻ പറഞ്ഞു, വന്നില്ലായിരുന്നല്ലോ. അവൻ തിരിച്ചിറങ്ങിയപ്പോൾ ഉതുപ്പാൻ പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, ഉടുപ്പ് തയ്ച്ചിട്ടുണ്ട്, എടുത്തു തന്നേക്കാം. അനിക്ക് ദേഷ്യം വന്നു. ഉടുപ്പല്ലല്ലോ, ഇപ്പോ അച്ഛനെയല്ലേ വേണ്ടത്. എന്നാലും പൊതി ഇങ്ങ് വാങ്ങി. കാരിയറിൽ വെച്ച് അനി കുന്നിറങ്ങി. പെഡലിന്ന് കാലെടുത്തു മാറ്റിയപ്പോൾ ഇറക്കമിറങ്ങാൻ നല്ല സുഖം. ഒരു നിമിഷം അച്ഛനെ മറന്നു. വണ്ടി ഒരു സ്വപ്നത്തിലേക്കെന്ന വിധം താഴേക്കൊഴുകി. കൂറ്റൻ 2 മലയുടെ താഴ്വാരം. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. കരിമ്പിന്റെ ഓലകൾ നിലാവിൽ വെള്ളിവാളെന്ന പോലെ ഓളം വെട്ടുന്നു. ദൂരെ ഇരുട്ടിൽ ചെമ്പകത്തിന്റെ വീട്. ശർക്കരയുണ്ടാക്കുന്ന ആലയിൽ റാന്തലിന്റെ വെട്ടം. പശ്ചാത്തലത്തിൽ നേരിയ നിലാവും കാറ്റും. ആലയ്ക്ക് മുന്നിൽ സൈക്കിളെത്തിയപ്പോൾ വേലിയിൽ പൂത്തുനിൽക്കുന്ന പത്തലിൽ കൈ ചുറ്റിപ്പിടിച്ച് അവൻ വണ്ടി നിർത്തി. പൂ കൊഴിഞ്ഞു. പ്രതീക്ഷിച്ച പോലെ ആലയിൽ ചൈതന്യം. പള്ളിക്കൂടത്തിൽ അവനേക്കാൾ 1 കൊല്ലം മുന്നിലായിരുന്നു അവൾ. അവളപ്പോൾ ചെറുചൂടുള്ള പാവിൽ നിന്നും ശർക്കര ഉരുട്ടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിലാവ് സ്വർണ്ണ നിറത്തിലുള്ള ശർക്കരപ്പാവിൽ വീണ് ഓളം വെട്ടി അവളുടെ മുഖത്തേക്കടിക്കുകയാണ്. അവളുടെ വിടർന്ന കണ്ണുകളിലെ ചോദ്യചിഹ്നം പോലെ ശർക്കരപ്പാവിൽ നിന്നും ചൂട് പൊന്തുന്നുണ്ട്. അനി ചോദിച്ചു, രാത്രിയല്ലേ, എന്താ പേടിയൊന്നുമില്ലേ? അവൾ ചോദിച്ചു, എന്റെ പെരയല്ലേ, എന്തിനാ പേടിക്കുന്നേ? അവൻ ഇറങ്ങി അവളുടെ അടുത്തിരുന്നു. അവൻ ചോദിച്ചു, ഞാനൂടെ ഉരുട്ടിത്തരട്ടെ? വേണ്ടെന്ന് അവൾ തലയാട്ടി. അവൾ കാലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന പനയോലക്കുടയിൽ നിന്നും എന്തോ ഒന്ന് എടുത്ത് അതിന്റെ പുറത്തേക്കാണ് ശർക്കര ഉരുട്ടിവെക്കുന്നത്. ഇതെന്താ? അവൻ ചോദിച്ചു. ഒന്നുമില്ല, നീ എന്താ ഈ രാത്രിയിൽ? ഇപ്പോൾ അനി വ്യക്തമായി കണ്ടു. കൂടയിൽ നിന്നൊരു കല്ലിന്റെ ആകൃതിയിലുള്ള തടിയെടുത്ത് അതിനെ പൊതിഞ്ഞാണ് അവൾ ശർക്കര ഉരുട്ടിവെക്കുന്നത്. അവൾ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ കൈയിട്ട് കൂടയിൽ നിന്നൊരു കഷ്ണമെടുത്ത് മണത്തു നോക്കി. ചന്ദനം. അവൻ ചോദിച്ചു, എടി ഭയങ്കരി, കള്ളക്കടത്താ? അവൾ മെല്ലെ ചിരിച്ചു. പിന്നെ പറഞ്ഞു, മിണ്ടരുത്, എനിക്കല്ല, വേറൊരാൾക്കാ. ആളെ നിനക്കറിയാം. പുതിയ പുതിയ തന്ത്രങ്ങളാ. ആളെ പറ. നമ്മുടെ മോഹനൻ. വിരിപ്പാറ അബിയുടെ ടീമിനെ കടത്തിവെട്ടാനാ. അവനോട് കോർത്തപ്പോ വാശിക്ക് ഏറ്റെടുത്ത ചലഞ്ചാ. ഒരു ചന്ദനം പീസാക്കി പിടിയിൽപ്പെടാതെ അടിമാലിയിലെത്തിക്കണം. ഒറ്റുണ്ടാകും, എന്നാലും പിടിക്കപ്പെടരുത്. ശർക്കരയ്ക്കകത്ത് വെച്ച് ലോകത്തായാലും ചന്ദനം കടത്തുമോ? എന്റെ ബുദ്ധിയാ, എങ്ങനെയുണ്ട്? കാഞ്ഞ ബുദ്ധി. ഞാനൂടെ ഉരുട്ടിത്തരാം. അവൻ ശർക്കരപ്പാവിൽ കൈയിട്ടു. ചൂടു കാരണം പെട്ടെന്ന് അവൻ കൈ വലിച്ചപ്പോ അവൾ ചിരിച്ചു. വലിയ വീട്ടിലെ കുഞ്ഞ് നല്ല ചൂടൊന്നും കൊണ്ടിട്ടില്ല ഇല്ലേ?
അവൾ അവന്റെ കൈ വലിച്ച് സ്നേഹപൂർവ്വം ഊതിക്കൊടുത്തു. പിന്നെ പാവിനകത്തേക്ക് അവന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി. ആദ്യത്തെ നൊമ്പരമങ്ങ് മാറി. പാവിൽ അവരുടെ വിരലുകൾ കൂട്ടിമുട്ടി. അവൾ നെടുങ്കൻ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി കുറച്ചുനേരമിരുന്നു. രസം കുറഞ്ഞപ്പോൾ മെല്ലെ ചോദിച്ചു, സത്യം പറയടാ, എന്താ ഈ രാത്രിയിൽ? ഒന്നുമല്ല, നിന്നെയൊന്ന് കാണാൻ. പിന്നെ ചോലക്കിലെ ചെമ്പകത്തിന്റെ മകളെ കാണാനേ. തൂവെള്ള ഭാസ്കരന്റെ മകൻ. വിളിച്ചെളു കളയടാ. അച്ഛനെ തിരഞ്ഞിറങ്ങിയതാ. വൈകുന്നേരം കണ്ടായിരുന്നല്ലോ. ചിലപ്പോ? ഇല്ല, ഉതുപ്പാന്റെ വീട്ടിൽ ചെന്നിട്ടില്ല. പിന്നെവിടെ പോയി? അപ്പോഴാണ് വീടിന് പിന്നിൽ നിന്നും ചെമ്പകത്തിന്റെ ഒരു കാർച്ചയും നിലവിളിയും കേട്ടത്. അയ്യോ, ഓടിവാടി, അയ്യോ കരടി. അനിയും ചൈതന്യവും കൂടി പുരക്കകത്തേക്ക് ഓടിച്ചെന്നു. പോകുന്ന പോക്കിൽ കരടിയെ തല്ലാൻ അനി ഒരു തടികഷ്ണമെടുത്തു. അടുക്കളയുടെ പിന്നാമ്പുറത്തു കണ്ട കാഴ്ച. കക്കൂസിന്റെ ടാങ്ക് തകർത്ത് അതിനകത്ത് മാലിന്യത്തിൽ കുളിച്ച് ഒരു കരടി. ചുറ്റും വല്ലാത്ത ദുർഗന്ധം. ടോർച്ചടിച്ചുകൊണ്ട് ചെമ്പകം പറഞ്ഞു, മുഴുത്ത ഒരു കരടിയാണടി. മാലിന്യത്തിൽ കിടക്കുന്ന ആ ജീവി ഒന്ന് പുളഞ്ഞപ്പോ ഒരു മനുഷ്യരൂപം തെളിഞ്ഞു. അനിയുടെ കയ്യിൽ നിന്നും അറിയാതെ തടികഷ്ണം താഴെ വീണു. അവൻ ദയനീയമായി ചൈതന്യത്തെ നോക്കി. ചാപ്റ്റർ 5. 10 വർഷത്തിനു ശേഷം ഇന്ദക്കാലം. മറയൂർ പെട്രോൾ പമ്പിന് എതിർവശം. നിരനിരയായി കടകൾ. ആദ്യത്തെ കടയിൽ നിന്നൊരു ചായ കുടിക്കുകയായിരുന്നു ഭാസ്കരൻ. അപ്പോഴാണ് മൂന്നാമത്തെ കടയുടെ മുന്നിൽ ഒരു കാർ വന്നു നിന്നത്. ഡ്രൈവർ തല പുറത്തേക്കിട്ട് ചോദിച്ചു, ഈ ചോലക്കിലെ ചെമ്പകത്തിന്റെ വീടേതാ? എന്നാത്തിനാ? കടക്കാരൻ ലാസർ ചോദിച്ചു. പാലും വെള്ളം കുടിച്ചുകൊണ്ട് നിന്നൊരുത്തൻ ഊറിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയമ്മയ്ക്കിപ്പോ ശർക്കര കച്ചവടം മാത്രമേയുള്ളൂ. കാറിലിരിക്കുന്നവർ പറഞ്ഞു, അതിന് തന്നെ കുറച്ച് ചൂടോടെ കിട്ടാനാ. വാറ്റാനായിരിക്കും. വഴി അറിയാമെങ്കിൽ പറവേ. കടക്കാരൻ ലാസർ ഇടപെട്ടു. നേരെ ഒരു 1.5 കിലോമീറ്റർ പോണം. വഴിയിലൊരു കള്ളുഷാപ്പ് കാണും. മുന്നില് പല മാതിരി കുടിയന്മാര് കാണും. ആര് ഏതവസ്ഥയിലാണേലും തീട്ടം ഭാസ്കരന്റെ വീട് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു തരും. വണ്ടിയിലിരിക്കുന്നവർക്ക് സംശയം ചെമ്പകത്തിന്റെ വീട് അറിയേണ്ടത്. ലാസർ ക്ലിയർ ചെയ്തു. അതുതന്നെ. തീട്ടത്തിന്റെ വീടിനോട് ചേർന്ന് ഇടത്തേക്കൊരു വഴി കാണും. ഒരു 3/4 കിലോമീറ്റർ ഇറക്കം. ചെന്നു നിൽക്കുന്നത് ചെമ്പകത്തിന്റെ വീട്ടിലാ. മറ്റത് ആരുടെ വീടാണെന്നാ പറഞ്ഞേ? വണ്ടിക്കാരൻ ചോദിച്ചു. ഭാസ്കരൻ, തീട്ടം ഭാസ്കരൻ. വണ്ടിയിലിരിക്കുന്നവർ ചിരിച്ചു. ഭാസ്കരൻ സർ കുട നിവർത്തി മുഖം മറച്ചു. ബാക്കി വന്ന ചായ ദേഷ്യത്തോടെ വഴിയിലേക്ക് ഒഴിച്ചു. ചായക്കാരൻ മുത്തു എന്തോ പറയാനൊരുങ്ങിയെങ്കിലും അങ്ങേര് നടന്നു കളഞ്ഞു. ഭാസ്കരൻ തന്നോടെന്ന വിധം പിറുപിറുത്തു. ഒടുക്കം തീട്ടവും മണക്കുന്ന കാലം വരുമെടാ, എല്ലാവരും നോക്കിയിരുന്നോ. ചാപ്റ്റർ 6. അന്ന് കുഴിയിൽ വീണതിന്റെ 2 സാറിനെ സന്ദർശിക്കാനെത്തിയതാണ് പാർട്ടിയുടെ ജില്ലാ നേതാവും കാന്തള്ളൂർക്കാരനുമായ പീറ്റർ. സാർ ഒരു ചെറുനാരങ്ങ മണത്തോണ്ടിരിക്കുകയായിരുന്നു. ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. പീറ്ററിനെ മാറ്റി നിർത്തി സാറിന്റെ മകൻ അന്നി രഹസ്യമായി ചോദിച്ചു, പീറ്ററേട്ടാ, വേറെ പ്രശ്നം വല്ലതുമുണ്ടോ? പീറ്റർ പറഞ്ഞു, ചെമ്പകത്തിന്റെ കക്കൂസിന്റെ സ്ലാബ് കെട്ടിക്കൊടുക്കണം. അല്ലാതെന്ത് പ്രശ്നം? അനി ചോദിച്ചു. അതല്ല, പാർട്ടിയില്. പാർട്ടിയിലെന്താ? അല്ല, അച്ഛന് പൊടി നാണക്കേടാണ്. എന്നാതിന്? സാറിന്റെ കാലൊന്ന് സ്ലിപ്പായി, അത്രയല്ലേ ഉള്ളൂ. പീറ്റർ സാറിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അയാളുടെ കയ്യിലിരുന്ന നാരങ്ങ ഒന്നുകൂടി പിതുക്കിയിട്ട് പറഞ്ഞു, സാറ് ആ സംഭവം അങ്ങ് മറന്നുകൊള്ളാം. അപ്പോ മനം മറിച്ചിലും മാറും. നാളെ കാലത്ത് സാറ് പാർട്ടി ഓഫീസിലേക്ക് ഇറങ്ങുക. എന്നിട്ട് തുടർന്ന് ഞങ്ങളെ നയിക്ക്. ഭാസ്കരൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അന്ന് ഇരുട്ടി ആളൊഴിഞ്ഞ നേരത്ത അടുത്ത സുഹൃത്തു കൂടിയായ തയ്യൽക്കാരൻ ഉതുപ്പാൻ കാണാൻ വന്നത്. ഭാസ്കരൻ ശബ്ദം താഴ്ത്തി വിശദീകരിച്ചു. എന്റെ ഉതുപ്പേ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു കുറുക്കുവഴി സ്വീകരിക്കുന്നത്. അതിങ്ങനൊരു അക്കിടിയാകുമെന്ന് കരുതിയില്ല. സത്യത്തി എന്താ പറ്റിയത്? ഉതുപ്പ് മെല്ലെ ചോദിച്ചു. ഒന്നുമില്ല. ആ എന്തരവളുടെ വീട്ടിലാരുമില്ല. എങ്കിൽ പിന്നെ സൈഡിലൂടെ കുറുക്കിനങ്ങ് കേറാമല്ലോ എന്ന് കരുതി. അടുക്കള ഭിത്തി അങ്ങോട്ട് കടന്നു. കാലെടുത്ത് പൊക്കിയപ്പോ മുന്നിൽ ചൂടാറാത്ത കുറച്ച് പന്നിക്കാട്ടം. ചവിട്ടാതിരിക്കാനായി ഒറ്റക്കാലിൽ ഇടത്തോട്ട് ചാടിയതാ. എന്റെ ഉതുപ്പേ, ഇവൾക്ക് കുറച്ച് സിമന്റും കമ്പിയും കൂടെ ചേർത്താൽ എന്തായിരുന്നു കുഴപ്പം? പിന്നെനിക്ക് ഒന്നും അറിയുകയില്ല. എന്തൊക്കെയോ തകർന്നമരുന്നത് പോലെ തോന്നി. എന്തോ ഒരു ദുർഗന്ധം. പിന്നെ നമ്മൾ തന്നെ ആ ഗന്ധമായി. അപ്പോഴും ഞാൻ വിചാരിച്ചു, ആരും അറിയാതങ്ങ് കേറാം. അവൾക്ക് കുറച്ച് ആഴം കുറച്ചതുണ്ടാക്കിക്കൂടായിരുന്നോ? ഒരു കര പിടിക്കാൻ ഞാൻ 3-4 മണിക്കൂർ പെടാപ്പാട് വിട്ടു. നമ്മൾ മുങ്ങി നാറുന്നതല്ലാതെ മിണ്ടാനൊക്കുമോ? വാ തുറന്നാൽ എന്റെ ഉതുപ്പേ. പോട്ട്, കഴിഞ്ഞല്ലോ, വിട്ടേര്. ഉതുപ്പാൻ സമാധാനിപ്പിച്ചു. ആര് വിടാൻ? പ്രശ്നം കലുഷമാകാൻ തുടങ്ങുകയല്ലായിരുന്നോ? ചാപ്റ്റർ 7. സംഭവം നടന്ന് 3 മറയൂർ ടൗൺ. വൈകുന്നേരം. സാറിന്റെ മകൻ അനി മഹാരാജാസിൽ ഡിഗ്രിക്ക് ചേരാനുള്ള ഫോം വാങ്ങിക്കാൻ എറണാകുളത്തേക്ക് പോയി മടങ്ങി വരുന്ന വരവായിരുന്നു. മൂന്നാറിലിറങ്ങി. അവിടുന്ന് ഉദുമൽപെട്ടിയിലേക്കുള്ള തമിഴ്നാട് വണ്ടിയിൽ കയറി മറയൂർ ഇറങ്ങി. അന്നേരമാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം. നേതാവ് കാക്കിപ്പാപ്പുവിന്റെ പ്രസംഗമാണ്. 5 രൂപയുടെ കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് പ്രസംഗമൊന്നു കേൾക്കാമെന്ന് കരുതി അനി ഒതുങ്ങി നിന്നു. പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ അച്ഛനോട് ചെന്ന് പറയുകയുമായല്ലോ. കേട്ട് വരികെ അവൻ ഞെട്ടി. ദേഷ്യവും സങ്കടവും വന്നു. കാക്കിപ്പാപ്പുവിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയായിരുന്നു. അബദ്ധമാർക്കും പറ്റാം. ചാണകക്കുഴിയിൽ വീണുപോയവരും പൊട്ടക്കുളത്തിൽ വീണുപോയവരുമൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. പക്ഷേ അവരെയൊക്കെ അന്തസ്സായി കേറിപ്പോന്നിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ഇവരുടെ നേതാവ് വീണത് എവിടെയാണ്? പതിവ്രതകളായ സതിയുടെയോ സാവിത്രിയുടെയോ വീടിന്റെ തീട്ടക്കുഴിയിലാണോ? അല്ല. പിന്നെ ആരുടേതാണ്? പ്ലീസ്, ഹലോ പ്ലീസ്, ആരും ആ പേര് പറയരുത് പ്ലീസ്.
നമ്മൾ ആരെയും അപമാനിക്കുന്ന പാർട്ടിയല്ല. പക്ഷേ പാതിരാത്രിയിൽ ഇയാൾക്കെന്തായിരുന്നു അവിടെ ബിസിനസ്? ഈയിടെയായി പ്രസ്തുത സ്ത്രീയുടെ ഭാഷയിലെ അച്ചടി വടിവു നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ചിലരുടെ അധ്യാപനത്തിന്റെ മിടുക്കാണത്. സുഹൃത്തുക്കളെ, ചിരിക്കാൻ പറയുന്നതല്ല. എന്താണ് ഇയാളുടെ റുട്ടീൻ? രാവിലെ ആദിവാസി കുടികളിലെ കുട്ടികൾക്ക് അക്ഷരപാഠം. പകൽ മറയൂർ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ഭരണം. ഇഷ്ടക്കാർക്കെല്ലാം യഥേഷ്ടം ലോൺ. ഒഴിവു ദിവസങ്ങളിൽ PSC വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം. പക്ഷേ വേലി ചാടുന്ന കാളയുടെ ഒടുക്കം കോലുകൊണ്ട് തന്നെയാണെന്ന് ഇയാൾ അറിഞ്ഞില്ല. ഇയാളുടെ ഇമേജിന്റെ അവസാനം ചെമ്പകപ്പൂ മണം വിരിയുന്ന ഏതോ തീട്ടക്കുഴിയിലായി പോയത് വിധിരഹിതമല്ല, കയ്യിലിരിപ്പ് തന്നെയാണ്. അണികളുടെയും കാഴ്ചക്കാരുടെയും ചിരി, അട്ടഹാസം, കൂക്കുവിളി. ഞങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് നിങ്ങൾ പറയും. അല്ല, വ്യക്തിഹത്യ ഞങ്ങളുടെ പാർട്ടിയുടെ അജണ്ടയല്ല. ഞങ്ങളുടേത് ഒരു ഇഷ്യൂ ബേസ്ഡ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഇതാ സത്യസന്ധനും മറയൂരിൽ ആയിരക്കണക്കിന് മാന്യന്മാർക്ക് തുണി തുന്നിക്കൊടുത്തിട്ടുള്ള പ്രിയങ്കരനായ ഉതുപ്പാനെ ഇക്കാര്യത്തിലേക്ക് സ്ഥിരീകരണത്തിന് ഞാൻ ക്ഷണിക്കുന്നു. ഉതുപ്പാനെ തയ്ക്കാൻ ഏൽപ്പിച്ച ശുഭ്രവസ്ത്രം വാങ്ങാൻ പോവുകയായിരുന്നു ആ മാന്യനെന്നാണ് നമ്മളോടെല്ലാവരോടും പറഞ്ഞത്. സത്യമെന്തെന്നാൽ മിസ്റ്റർ ഉതുപ്പാൻ തന്നെ പറയട്ടെ. ഉതുപ്പാൻ വേദിയിലേക്ക് ആനയിക്കപ്പെട്ടു. അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, എൻ്റെ അടുത്ത് ഉടുപ്പ് തുന്നാൻ തന്നിട്ടുണ്ടെന്നുള്ള കാര്യം നേരായിരുന്നു. പക്ഷേ അന്ന് വന്ന് വാങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. മൈക്കിലേക്ക് ചേർന്ന് നിന്ന് കാക്കിപ്പാപ്പു ചോദിച്ചു, മിസ്റ്റർ ഉതുപ്പാൻ, അത് എപ്പോഴാണ് അറിയുന്നത്? ഐ മീൻ ആ സംഭവം? ഉതുപ്പാൻ പറഞ്ഞു, അർദ്ധരാത്രി ചെമ്പകത്തിന്റെ അടുക്കള ഭാഗത്തു നിന്നും അലവിറി കേട്ടപ്പോൾ ഞാൻ. പാപ്പു മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, നോട്ട് ദി പോയിന്റ്. മാന്യന്മാർ മുൻവശത്തു കൂടിയാണ് വീടിന്റെ ഉള്ളിൽ കിടക്കുന്നത്. പോട്ടെ. ഈ മാന്യാദ്ദേഹം അടുക്കള ഭാഗത്തൂടെ കടന്നു ചെന്നു. കൃത്യനിർവഹണത്തിന് ശേഷം തിരിച്ചു പോകവേ ഉതുപ്പാൻ ശേഷേ എന്ന് പറഞ്ഞ് മൈക്ക് പിടിച്ചു വാങ്ങി തുടർന്നു. അർദ്ധരാത്രി എന്ന് വെച്ചാൽ ഇല്ലാവചനം പറയരുതല്ലോ. ഒരു 10:11. കാക്കിപ്പാപ്പു മൈക്കിനടുത്തേക്ക് വന്നു പറഞ്ഞു, മിസ്റ്റർ ഉതുപ്പാൻ, വ്യാഖ്യാനം ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ തുടർന്ന് കണ്ട കാഴ്ചകൾ വിശദീകരിക്കൂ. ഉതുപ്പാൻ പറഞ്ഞു, പിന്നെന്താ, ഞങ്ങള് വന്നവര് കാറിക്കൂവി. മുതുവാൻകുടിന്നൊക്കെ ആള് വന്നു. പെട്രോൾ മാക്സായി. വാൽമാക്രികളുടെ പിൻഭാഗം തുറന്നിട്ട് 4 വീലർ അഥവാ പിക്കപ്പ് ജീപ്പ് വെട്ടമായി, ബഹളമായി. പക്ഷേ ആരും അടുക്കുന്നില്ല. സാറ് മുഴുവൻ അഴുക്കയിലങ്ങ് നിൽക്കുകയായിരുന്നു. കുടികളിലൊക്കെ വടമുള്ളതാ, ആരും തരുന്നില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കയറയിലൊക്കെ തീട്ടം പെരളാൻ ആരെങ്കിലും സമ്മതിക്കുമോ? കുഴിയിൽ സാറിന് നിലയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. അങ്ങനെ ഞങ്ങൾ മറയൂർ പോലീസിനെ അറിയിച്ചതും അവര് ഫയർഫോഴ്സിനെ വിളിച്ചതും. ഇതിന്റെ ഇടയിൽ ആൾക്കാർ ഉണർന്നു വന്നുകൊണ്ടിരുന്നു. ഒടുക്കം പരപര പുലർന്നു, വെട്ടം വീണു. അന്നേരമാണ് സാറിനെ JCBയുടെ തുമ്പിക്കൈയിൽ കയറ്റി ആഘോഷമായിട്ട് പുഴയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്കായത്. JCB തന്നെ വെള്ളത്തിലേക്ക് സാറിനെ എടുത്തിട്ടതോടെ ആഘോഷം അവസാനിച്ചു. ഉതുപ്പാനോട് വേദിയിലിരിക്കാൻ പറഞ്ഞിട്ട് കാക്കിപ്പാപ്പു മൈക്കെടുത്ത് തുടർന്നു, ടിയാനോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. ടിയാന്റെ ഭാര്യ മരിച്ചുപോയതാണ്. ടിയാൻ ആരോഗ്യവുമുണ്ട്. ന്യായം എങ്കിൽ പുതുതായി വിവാഹം കഴിക്കാൻ വ്യവസ്ഥാപിത മാർഗമുണ്ട്. ഇതുപോലെയുള്ള വളഞ്ഞ വഴികളുമുണ്ട്. ഇന്ത്യൻ ക്രിമിനൽ ചട്ടപ്രകാരം പണം നൽകിയുള്ള സംസർഗം കുറ്റകരമാണ്. അടിസ്ഥാന വർഗത്തിൽ പെട്ടൊരു സ്ത്രീയല്ലേ. അവരെ ഒരു താലി കെട്ടി വീട്ടിൽ കൊണ്ടുപോയി പൊറുപ്പിക്കട്ടെ. എന്താ രാജ്യമിടിഞ്ഞു വീഴുമോ? ഇല്ല. പക്ഷേ ആദർശത്തിന്റെ കുപ്പായത്തിൽ ചുൾക്ക് വീഴും. എങ്കിൽ ആ ആദർശത്തിന്റെ പരിപ്പിവിടെ ഈ മുറിയിൽ വീവിക്കുകയില്ല ഞങ്ങൾ. ആദർശത്തിന്റെ ആ കുപ്പായം ഇനി മറയൂരിലൂടെ ഞെളിഞ്ഞു നടക്കുകയില്ല. കാരണം മറയൂരുകാരത്ര മണ്ടന്മാരല്ല. മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. പുറമെയുള്ള ആദർശത്തിനകത്ത് ഇവരുടെയൊക്കെ മനസ്സിൽ തീട്ടമാണ് സുഹൃത്തുക്കളെ, തീട്ടം. ഇത്തരം നാറികളുടെ ഇരട്ടപ്പേര് ഇനിമേൽ തൂവെള്ള ചേർത്തല്ല വികസിപ്പിക്കേണ്ടത്. മഞ്ഞയാണ് ഇനി ഇയാളുടെ നിറം, അമേത്യത്തിന്റെ മഞ്ഞ. ഒപ്പം ഇയാളുടെ ഇനീഷ്യലായ T കൂടി വികസിപ്പിക്കുക ആണ് വേണ്ടത്. അതായത് കേട്ടുകൊണ്ട് നിന്ന അണികൾ തീട്ടം തീട്ടമെന്ന് അലറി വിളിച്ചു. ചിരിയും അട്ടഹാസവും കൂക്കുവിളിയും ഉച്ചത്തിലായി. കരഞ്ഞോണ്ടാണ് അനി അന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. ചാപ്റ്റർ 8. 2 ദിവസത്തിന് ശേഷം പീറ്ററും സാറിന്റെ ശിഷ്യൻ ബാബുവും 1-2 പേരും കൂടി വരുമ്പോൾ സാറ് മുറ്റത്ത് കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. 3-4 തവണ സോപ്പ് പതിപ്പിച്ചിട്ടും സാറിന് മതിയായിരുന്നില്ല. മുഖം നിറയെ സോപ്പ് തേച്ച് നിൽക്കുന്ന സാർ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. കണ്ണും മൂക്കും തെളിയാത്തതുകൊണ്ട് പീറ്റർ പറഞ്ഞു, വേണ്ട സാർ, കുളിച്ചിട്ട് വാ. സാവകാശം കിട്ടിയപ്പോൾ പീറ്റർ ആ രഹസ്യം അറിയിച്ചു. അവന്മാർ പണി തന്നു സാറേ. ഉതുപ്പാനാണ് സ്ഥാനാർത്ഥി ഈ വാർഡില് സാറിനെതിരെ. എന്നാലും ഇത്രയും അടുപ്പത്തിലിരുന്നിട്ട് സാർ എന്താ ആലോചിക്കുന്നേ? പിന്നെ പറഞ്ഞു, ഒരു മിനിറ്റ് ഇരിക്കി. പീറ്റർ പറഞ്ഞു, ചായ വേണ്ട സാർ. സാർ തിരിച്ചു വന്നപ്പോൾ ഒരു കടലാസ് എടുത്തു നീട്ടി. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെക്കുന്നു. സാർ പറഞ്ഞു, ഞാൻ തീട്ടത്തിൽ ചവിട്ടാതിരിക്കാൻ നോക്കി. അടിമുടി അതിൽ വീണു കുതിർന്നു. ഇപ്പോൾ കഴുകിക്കയറി കരക്കിരിക്കുകയാണ്. എല്ലാ കാലവും എനിക്കത് നാറുന്ന ഓർമ്മയാണ്. ജനം അത് മറക്കട്ടെ. അതിനുള്ള സാവകാശം കൊടുക്കണം. ശിഷ്ടകാലം പറമ്പൊക്കെ നോക്കി ഒതുങ്ങിക്കൂടാനാണ് ആഗ്രഹം. നന്ദി. ചാപ്റ്റർ 9. സാർ കുഴിയിൽ വീണ സംഭവം നടന്ന് 5 വർഷത്തിന് ശേഷം ഒരു ദിവസം പീറ്റർ വീണ്ടും ഭാസ്കരനെ അന്വേഷിച്ചു വന്നു. അന്നേരം പഴയ രാജിക്കത്തിൽ പറഞ്ഞിരുന്നതുപോലെ സാർ പറമ്പിലാണ്. ദേഹണ്ഡം ചെയ്ത് ശരീരം ഒന്നുകൂടെ ഉറച്ചിട്ടുണ്ട്.
പീറ്റർ കുറ്റബോധത്തോടെ പറഞ്ഞു. ഒരുപാട് നാളായി വന്നിട്ട്. ഭാസ്കരൻ സാർ പറഞ്ഞു. കുഴപ്പമില്ല പീറ്ററെ, ലോകത്തിലെ ഇന്നത്തെ കച്ചവടത്തിൽ നമുക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നതാണ് കാര്യം. 5 കൊല്ലമായി ഞാനൊന്നിലും ഇല്ലായിരുന്നല്ലോ. പീറ്റർ പറഞ്ഞു. വന്നത് അറിയാമല്ലോ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു. നമ്മൾ വീക്കാ, സാറ് തിരിച്ചു വരണം. ഭാസ്കരൻ ചിരിച്ചു. പിന്നെ കട്ടായമായിട്ടും പറഞ്ഞു. ഇനി തിരിച്ചുവരവില്ല, തിരിച്ചു പോകേയുള്ളൂ ഈ ഭൂമി വിട്ട്. അതിനുള്ള ചില തയ്യാറെടുപ്പാണ് ഈ ജീവിതം. മുറ്റത്തെ വെള്ള അകിൽ മരത്തിന് കുറച്ച് ഉണക്കച്ചാണകം വാരി വിതറിക്കൊണ്ട് സാർ പറഞ്ഞു. പീറ്ററിന് ദേഷ്യം വന്നു. അതെന്തോന്നാണ് ഈ സാറേ പാഴ്മരങ്ങൾക്ക് വളമിടുന്നത്? സാറ് പറഞ്ഞു. എന്നാരു പറഞ്ഞു? ഈ പാഴ്മരത്തിന് കൊടുക്കുന്നത് ആ നിൽക്കുന്ന മഹാനല്ലയോ ഊറ്റുന്നത്? ഭാസ്കരൻ മുറ്റത്ത് മറ്റു മരങ്ങൾക്കിടയിൽ ഒതുങ്ങി കുന്നിലേക്ക് ഇലവിരിച്ചു കിടക്കുന്ന ചന്ദനമരത്തെ ചൂണ്ടിക്കാണിച്ചു. പീറ്ററിന് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു. സാറേ, ഇക്കുറി ഉതുപ്പാൻ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയ, നാണക്കേട. ഭാസ്കരൻ ചിരിച്ചു. പിന്നെ അനുനയത്തിൽ പീറ്റർ പറഞ്ഞു. അവനെതിരെ സാറു നിന്ന. സാറ് പറഞ്ഞു. ഉതുപ്പാൻ എളുപ്പം പ്രസിഡന്റ് ആകും. പീറ്റർ അന്തം വിട്ട് ഭാസ്കരനെ നോക്കി. എന്റെ പീറ്ററെ, സാർ പറഞ്ഞു, ഞാൻ വന്ന പിന്നെയും ജനത്തിന് പഴയ ആ നാറ്റക്കേസ് ഓർമ്മ വരും. അവർക്ക് ഹരം പിടിക്കും. പിന്നെ ഉതുപ്പാനൊന്നും ചെയ്യണ്ട, എല്ലാം ജനം നോക്കിക്കൊള്ളൂ. ഒരു ദീർഘനിശ്വാസത്തോടെ ഭാസ്കരൻ തുടർന്നു. അന്നത്തെ ആ സംഭവത്തിന്റെ അന്ത്യരംഗം അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഹോ, ടാറിൽ വീണ ഒരു കാട്ടുകുരങ്ങിനെ പോലെയാ എന്നെ അന്ന് JCB തോണ്ടിയെടുത്തത്. അതിന്റെ യന്ത്രക്കൈയിൽ കൂനി പിടിച്ച് ഞാനിരുന്നു. അലമ്പ് പിള്ളേരുടെ കൂക്കുവിളി, കാണട്ടെടാ നിന്റെ മോന്ത എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ അലറിവിളികൾ, ചെമ്പകത്തെ വിളി, കുളിപ്പിച്ചെടുക്കാൻ പറ എന്നുള്ള കൂക്കുവിളികൾ. ഇതിന്റെ ഇടയിൽ എന്നെ പുഴയിലേക്കിട്ടിട്ട് ഒരു മുണ്ട് പുഴയിലെ പാറയിൽ വെച്ചു തന്ന്, എന്നാ സാർ കുളിച്ചു കയറി വാ എന്നും പറഞ്ഞ് മാന്യന്മാരെല്ലാം അങ്ങ് മാറി. അപ്പോൾ ആരോ വെള്ളത്തിലേക്ക് കല്ലെറിയുന്നു. ഞാൻ പാറയുടെ പിറകിൽ ഒളിച്ചു. അപ്പോൾ കുറേ പേർ നീന്തി പുഴയുടെ അപ്പുറത്തേക്ക് ചെന്ന് കൂകുന്നു. എൻ്റെ മുണ്ടെടുത്ത് ആരോ മാറ്റുന്നു. ഇത് കണ്ടുകൊണ്ടാണ് എൻ്റെ മകൻ വരുന്നത്. എന്തൊരു ഭീകരമായ മനുഷ്യാവസ്ഥയായിരുന്നടാ അത്. അതിനുള്ള തെറ്റ് വല്ലതും ഞാൻ ചെയ്തു? എന്നെ ഇങ്ങനെ ക്രൂരമായി കൈകാര്യം ചെയ്ത ജനത്തിനെയാണോ ഞാൻ സേവിക്കേണ്ടത്? വേണ്ട. ഇളം പച്ച ഇലകളുമായി നിൽക്കുന്ന ചന്ദനമരത്തെ ചൂണ്ടി സാർ പറഞ്ഞു. അവനെ കണ്ടോ? ചന്ദനം പരാന്നഭോജിയ എന്നുവച്ച സ്വന്തമായി ഭക്ഷണമെടുക്കില്ല. അടുത്ത് മറ്റേതെങ്കിലും മാന്യരായ മരം വേണം. ആ വെള്ള അകിൽ അങ്ങനൊരു പാവം മരമാ. ചന്ദനം സ്വന്തം വേര് കൂർപ്പിച്ച് അകിലിന്റെ വേരിൽ തുളച്ചു കയറും. അവന്റെ അന്നം വിഴുങ്ങി വളരും, ആനന്ദിക്കും. ജനവും അങ്ങന. മറ്റുള്ളവരുടെ വേദന ഊറ്റിയെടുത്ത് വിഴുങ്ങിയാലേ ദഹിക്കൂ. മുകളിൽ നിന്നും നോക്കിയാൽ ചന്ദനം എത്ര പവിത്രമായ മരം, അതുപോലെയാണ് ജനവും ജനാധിപത്യവുമെല്ലാം. തരം കിട്ടിയാൽ അതൊരു ക്രൂര വിനോദമാണ് അവർക്ക്. എനിക്കിപ്പോ പ്രതികാരദാഹമാണ്. തീട്ടത്തിൽ കിടന്ന് എന്നെ നോക്കി ആർപ്പു വിളിച്ചവരുടെ പ്രതിനിധിയാ എനിക്കിപ്പോ ഈ ചന്ദനം. അതിനെ ഞാൻ വെട്ടും. ഒടുക്കം എന്നെ ദഹിപ്പിക്കുമ്പോൾ ഈ ചന്ദനം എൻ്റെ ഒപ്പം എരിയും. അതായത് തീട്ടം ഭാസ്കരൻ ദഹിക്കുമ്പോൾ എല്ലാവരും ദുർഗന്ധം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ചന്ദനത്തിന്റെ മണം വരണം. ജീവിച്ചിരിക്കെ എന്നെ പരമാവധി നാട്ടിച്ചിട്ടും ഞാൻ സുഗന്ധമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകണമെടോ. മരണമെങ്കിലും ഒന്ന് മണക്കെട്ടടോ. അറിയാതെ പീറ്റർ എഴുന്നേറ്റുപോയി. ഉറക്കെ ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറഞ്ഞു. തനിക്കറിയുമോ, നമ്മുടെ ദേഹം ഒരുപാട് സൂക്ഷ്മജീവികളുടെ വാസസ്ഥലമാ. എല്ലാം നമ്മളിൽ നിന്നു തന്നെ തീറ്റയെടുത്ത് നമ്മെ തൂറി നമ്മളിൽ തന്നെ ഒതുങ്ങുന്നുണ്ട്. ഈ ആർത്തു വിളിച്ചവനൊന്നും അത് അറിയുന്നില്ല. എന്നിട്ട് ഞാൻ മാത്രം തീട്ടം അല്ലേ? ഒടുക്കം തീട്ടം ഭാസ്കരനെ മണക്കും. ഭാസ്കരനെ മാത്രമേ മണക്കൂ. ബാക്കിയുള്ളവനെല്ലാം നാറും. അത്രയ്ക്കെങ്കിലും ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഈ പാഴ്മരത്തിന് തീറ്റ കൊടുത്തത്. ആ ചന്ദനമഹാനെ ഊറ്റുന്നത് അറിഞ്ഞോ? പീറ്റർ പറഞ്ഞു. ഞാൻ പോവുകയാ. പീറ്റർ, ചെല്ല്, ധൈര്യമായി ചെന്ന് തോൽക്ക്, ചെല്ല്. ചാപ്റ്റർ 10. അവിടുന്ന് നിറങ്ങി സാറിന്റെ വീട്ടിൽ നിന്നും റോഡിലേക്ക് തിരിയുന്ന വളവിലാണ് പീറ്റർ സാറിന്റെ മകൻ അനിയെ കണ്ടത്. അവന്റെ കണ്ണിനു താഴെ പന്തുപോലെ വീർത്തിരിക്കുന്നു. പീറ്റർ വിളിച്ചു. ഡാ അനിയേ, എന്താടാ മുഖത്ത്? ഒന്നുമില്ല. അവൻ മുഖം വെട്ടിച്ച് വീട്ടിലേക്ക് വേഗം നടന്നു. 2 മിനിറ്റ് ആലോചിച്ചു നിന്നിട്ട് പീറ്റർ മെല്ലെ അനിയുടെ പിറകെ നടന്നു. മുഖം കണ്ടപ്പോൾ ഭാസ്കരനും മകനോട് ചോദിച്ചു. എന്താടാ ഇത്? ഒന്നുമല്ല. എവിടെയെങ്കിലും വീണോ അതോ? ഭാസ്കരൻ ചോദിച്ചു. അനി പറഞ്ഞു. ടൗണില് ഒരുത്തൻ എൻ്റെ ഇരട്ടപ്പേര് വിളിച്ചതാ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവന്റെ കുത്തിന് കയറി പിടിച്ചു. അപ്പോ അവൻ എന്നെ തല്ലി. വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. അനിയുടെ ഒരു കണ്ണ് കലങ്ങി കിടപ്പുണ്ടായിരുന്നു. നിന്നെ എന്താ വിളിച്ചത്? ഭാസ്കരൻ അതായിരുന്നു അറിയേണ്ടിയിരുന്നത്. അതെന്തോ ആകട്ടെ. എന്താ വിളിച്ചതെന്ന് ചോദിച്ചത്. എന്തോ ആവട്ടെ എന്ന് പറഞ്ഞില്ലേ? എനിക്കറിയണം, പറ. അറിഞ്ഞൂടെ തീട്ടത്തിന്റെ മോനെ എന്ന്? ഒരിക്കലും അതുമാത്രമാകരുതേ എന്ന് ആഗ്രഹിച്ച ഭാസ്കരൻ ചിന്നഭിന്നമായി പോയി. ചെറുക്കൻ മെല്ലെ ചെന്ന് വരാന്തയിലിരുന്നു. ഭാസ്കരൻ പീറ്ററിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. പീറ്റർ അനിയോട് ചോദിച്ചു. ചെയ്തത് ആരടാ? കാക്കിപ്പാപ്പുവിന്റെ ഗുണ്ടാപിള്ളേരാ. പീറ്റർ പറഞ്ഞു. ഇത് കരുതിക്കൂട്ടിയ കാക്കിപ്പാപ്പുവിന്റെ ഗൂഢതന്ത്രം. സാറിനെ തിരിച്ചു വിളിക്കണമെന്ന് കഴിഞ്ഞ കമ്മിറ്റിയിലെടുത്ത തീരുമാനം ചോർന്നതാ. അതിനുള്ള വെട്ട ഇത്. പഴയ നാറിയ കേസ് പിന്നെ എടുത്ത് കളിക്കാനുള്ള പുറപ്പാടാ. ഇതേതായാലും നമ്മൾ വിടാൻ പോകുന്നില്ല. ഭാസ്കരൻ പറഞ്ഞു. വേണ്ട, എന്റെ ചെറുക്കന് ഇതൊന്നും ഒരു പ്രശ്നമല്ല.
ഇതിനപ്പുറം നൊന്തിട്ടുള്ളതല്ലേ അവൻ. സാറിന്റെ കണ്ണു നിറഞ്ഞത് പീറ്റർ കണ്ടു. അത് അയാളുടെ ഉള്ളിൽ തട്ടി. സാർ തന്റെ പുറത്തു വന്നിരിക്കുന്ന കൂറ്റൻ ചീവീടിനെ നോക്കിയിരുന്നു. അത് പറന്നുപോയപ്പോൾ മൂക്ക് പിഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി വീട്ടുമുറ്റത്തെ ചന്ദനത്തിൽ തുടച്ചു. പീറ്റർ വല്ലാതായി. അയാൾ ഉറക്കെ വിളിച്ചു, ഡാനി. അവൻ ഇറങ്ങി വന്നപ്പോൾ പീറ്റർ പറഞ്ഞു, ആരടാ നിന്നെ തല്ലിയത്? പറയടാ, നമുക്ക് ചോദിക്കാൻ ആളുണ്ടടാ. അനി പറഞ്ഞു, വേണ്ട, അതാ മോഹനൻ ചോദിച്ചായിരുന്നു. ആര്? പീറ്റർ ചോദിച്ചു. അപ്പുറത്തെ കടയിൽ ആ മോഹനൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഏത് മോഹനൻ? ഭാസ്കരൻ ചോദിച്ചു. ഡബിൾ മോഹനൻ. അവനോ? പുച്ഛത്തോടെ പീറ്റർ ചോദിച്ചു. എന്നെ തല്ലിയൊരുത്തനെ കുത്തിന് പിടിച്ച് മതിലോട് ചേർത്ത് വെച്ച് അവനൊന്ന് പറ്റിച്ചു. മറ്റു രണ്ടുപേര് ഓടിക്കളഞ്ഞു. അത് മതി. പീറ്റർ സ്നേഹത്തോടെ അവന്റെ തോളിൽ പിടിച്ചിട്ട് ചോദിച്ചു, നീ ചുമ്മാതിങ്ങനെ കറങ്ങി നടക്കണ്ട. ബാങ്കിൽ ഒരു പ്യൂണിന്റെ പോസ്റ്റുണ്ട്. നിനക്ക് നാണക്കേടുണ്ടോ? അനി പറഞ്ഞു, നാണക്കേടോ? ഭാസ്കരന്റെ മോനോ? ശേഷം നടന്നത്. മെമ്പർ ഉതുപ്പാൻ വീണ്ടും ജയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റായി. സാറിനെ അതൊന്നും ബാധിച്ചില്ല. മരണം വരെ ഇനി ആരും തന്റെ സ്വസ്ഥത കെടുത്താൻ വരരുതേ എന്ന് മാത്രമായിരുന്നു ഭാസ്കരൻ സാറിന്. പറമ്പിൽ കിളച്ചും മുറ്റത്തെ ചന്ദനത്തിന് പോഷണം കിട്ടാൻ സമീപത്തെ അകിലിന് വെള്ളമിട്ടും സാറങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. അങ്ങനെയിരിക്കെയാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ഭാസ്കരന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ദുരന്തരാത്രി. ചാപ്റ്റർ 11. 10 കൊല്ലത്തിനു ശേഷവും തീട്ടക്കുഴിയിൽ വീണ ഓർമ്മയിൽ ഇടയ്ക്ക് ഞെട്ടി എഴുന്നേൽക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു ഭാസ്കരന്. കാല് തെന്നിപ്പോകുന്നതും താൻ ഭൂമി വിളർന്ന് എങ്ങോട്ടോ പതിക്കുന്നതുമായും തോന്നും. ഞെട്ടിയുണരുമ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടും. അങ്ങനെ ഇറങ്ങിയതാണ് അന്നത്തെ പാതിരാത്രി. ഭാസ്കരന്റെ വീട്ടുമുറ്റത്തൊരു കുന്നുണ്ട്. വെട്ടിയരിഞ്ഞതിന്റെ ബാക്കിയായതുകൊണ്ട് നട്ടപ്പൊക്കത്തിൽ നിൽക്കുകയാണ്. മുകളിൽ നല്ല നിരപ്പാണ്. അവിടെയൊരു കൂറ്റൻ നാഗലിംഗമരം ഇല പൊഴിച്ച് പൂക്കൾ നിറഞ്ഞ് കൂറ്റൻ ഇരങ്കിയുണ്ടകളുടെ അത്രയും വലിപ്പമുള്ള കായ്കളുമായി നിൽക്കുകയാണ്. മരത്തിൽ നിന്നും മുറ്റിയ കായ്കൾ വീഴും. ചിലത് ഉരുണ്ട് കുന്നിന് താഴെയുള്ള വീട്ടുമുറ്റത്ത് വീണു പൊട്ടും. 1-2 ദിവസമാകുമ്പോൾ ഭയങ്കര ദുർഗന്ധമാണെന്ന് മകൻ പറയാറുണ്ട്. പക്ഷേ അത്ഭുതം, ഭാസ്കരനിപ്പോ ദുർഗന്ധം അനുഭവപ്പെടാറേയില്ലായിരുന്നു. അതിലും വലുത് മസ്തിഷ്കത്തിൽ വലിച്ചു കയറ്റിയതിൻ്റെതാകും. അന്നേരം ആ കായ തലയിൽ വീണാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മൂത്രമൊഴിച്ചു നിൽക്കെ അറിയാതെ ഭാസ്കരൻ മുകളിലേക്കൊന്നു നോക്കി. ഒരു നിഴലനക്കം. കുന്നിൽ നിന്ന് ഇറ്റുനിൽക്കുന്ന കൂറ്റൻ പാറയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നു. അയാളൊന്ന് ചുമച്ചു. ആരാടാ? ഭാസ്കരൻ ശബ്ദമുയർത്തി. പേടിക്കേണ്ട സാറേ, ഞാൻ മോഹനനാ. ഏത് മോഹനൻ? സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് 10-ൽ. പരീക്ഷയ്ക്കെഴുതിക്കാൻ ഞാൻ സാറിന് അവസരം തന്നില്ല. മോഹനൻ ചിരിച്ചു. സാറിന് പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നി. എങ്കിലും പറഞ്ഞു, ഓർക്കുന്നില്ല. ഇവിടെ എന്താ? അത് പറ. അത് ശ്രദ്ധിക്കാതെ മോഹനൻ തുടർന്നു. ഞാനങ്ങനെ നേരവും കാലവുമുള്ള ഒരുത്തനല്ല സാറേ. പക്ഷേ സാർ അറിയുകയില്ലെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. നമ്മുടെ ചോലക്കര ചെമ്പകമില്ലേ, അവരുടെ മോൾ ചൈതന്യത്തിന്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ. ഡബിൾ മോഹനൻ. ഭാസ്കരൻ ഒന്ന് ഞെട്ടി. സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കുറെ തല്ലൊക്കെ വാങ്ങിയിട്ടുണ്ട്. നന്നായില്ല. കുറച്ച് ഗുസ്തിയും മോഷണവുമാ പഠിച്ചത്. പക്ഷേ അതുകൊണ്ട് അനിയെ തല്ലിയ ഒരുത്തനെ ഞാൻ. ആ, അത് നീയാണോ? വലിയ ഇല്ലാത്ത മട്ടിൽ സാർ പറഞ്ഞു. ഇവിടെ നിനക്കെന്താ പരിപാടി, അതും പാതിരാത്രി? ഒന്നുമില്ല സാറേ, ഞാനിങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കാറുണ്ട്. എന്നാത്തിനാ? ബിസിനസ് ട്രിപ്പുകളാ. രാത്രിയിലാ അതിന് സൗകര്യം. കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു മുറ്റുചന്ദനം നിൽക്കുന്നുണ്ടെന്ന്. സാറിന്റെയാണെന്ന് അറിയില്ലായിരുന്നു. അവൻ പാറക്കിടയിലൂടെ ഞാണുകിടന്ന് ചന്ദനത്തിന്റെ ഒരു ഇല പൊട്ടിച്ച് വായിലിട്ട് ചവച്ച് ഒന്നാലോചിച്ചു നിന്നു. പിന്നെ മെല്ലെ അവൻ പറഞ്ഞു, എന്റെ ദൈവമേ, എനിക്കൊരു സംശയം. ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങി വരട്ടെ, ഒരു കാര്യം നോക്കാനാ. വേണ്ടെന്ന് സാർ പറയുന്നതിന് മുമ്പ് കുന്നിന്റെ മുകളിൽ നിന്ന് മെവഴക്കത്തോടെ ഏതോ വള്ളിയിൽ ചവിട്ടി മോഹനൻ താഴെ എത്തി. സാർ ഭയന്ന് വീടിന്റെ ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നു. അവൻ മെല്ലെ ചന്ദനത്തിന്റെ അടുത്തേക്ക് ചെന്നു. അതിന്റെ പുറത്തെ ചിതമ്പലുകൾ പോലെയുള്ള പൊരിച്ചില്ലുകളിലൊന്ന് തടവി. അതിന്നിളകിയ തൊലിയെടുത്ത് ഒന്ന് ചവച്ചു. വീണ്ടും ഒന്ന് തൊഴുതിട്ട് വലിയ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെ ഉറക്കെ പറഞ്ഞു, സാറേ, ഇത് ഞാൻ ഉറപ്പിച്ചു. ഇത് വിലായത്ത് തന്നെ, വിലായത്ത് ബുദ്ധ. 1-2 ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ലക്ഷണമൊത്ത ഒന്ന് ഭഗവാനെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല. അവൻ ഞാണുകിടന്ന കൊമ്പീന്ന് എത്തി വലിഞ്ഞ് 3-4 ഇല കൂടി പൊട്ടിച്ച് വായിലിട്ട് ചവച്ചിട്ട് പറഞ്ഞു, സാധാരണ ചന്ദനത്തിന്റെ ഇലയ്ക്ക് മണവും കൊണവുമില്ല. വിലായത്തിന്റെ ഇലയ്ക്കൊരു എരിവ അകത്തേക്ക് ശ്വാസമെടുക്കുമ്പോൾ. സാർ എന്താന്ന് മനസ്സിലാക്കാതെ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, എന്റെ സാറേ, ഇത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാ. ഇപ്പോഴും കൊള്ളക്കാരൊക്കെ കാണാതെ ഈ സാധനം ഇവിടെ നിൽക്കുന്നതേ. ഭാസ്കരൻ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. മോഹനൻ പറഞ്ഞു, ഇത് സാറ് വേറൊന്നും നോക്കണ്ട. ആരടുത്തും മിണ്ടുകയും വേണ്ട. ഞാൻ നല്ലൊരു സമയം നോക്കി വരാം. ഒരു കാര്യം സാറിന്റെ അടുത്ത് ഞാൻ അപേക്ഷിക്കും, സാർ തരണം. അവൻ വള്ളിയിൽ പിടിച്ചു മറിഞ്ഞ് അഭ്യാസിയെ പോലെ മുകളിലേക്കെത്തി. അന്നേരം ചന്ദ്രൻ ദൈവകലയെ പോലെ അവന്റെ തലയ്ക്കു പിന്നിൽ വലയം തീർത്തു നിന്നു. ഇപ്പോൾ ഇവനൊക്കെയാണ് ദൈവമെന്ന മട്ടിൽ. വെള്ളച്ചാട്ടം പോലെ കുന്നിൽ നിന്നും മുഴുകി വീണ മൂടൽ മഞ്ഞിന്റെ ഒഴുക്കത്തിൽ മോഹനൻ അപ്രത്യക്ഷനായി. പിന്നാലെ മലയുടെ മുകളിൽ ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിന് ജീവൻ വെപ്പിക്കുന്ന ശബ്ദം കേട്ടു. മഞ്ഞിഴിഞ്ഞു മാറിയപ്പോൾ സാറിനെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. തളർന്ന ഭാസ്കരൻ സാറ് വരാന്തയിൽ ചെന്നിരുന്നു. അയാൾ തലയുയർത്തി കുന്നിൻ മുകളിലേക്ക് നോക്കി. നാഗലിംഗം മരത്തിന്റെ ഒരു പീരങ്കിയുണ്ട്.
ആരോ തട്ടി എറിഞ്ഞാലെന്ന വിധം ഉരുണ്ടുവന്ന് താഴെ വീണ് പൊട്ടിച്ചിതറി. ഭാസ്കരൻ വരാന്തയിൽ തന്നെ കുറച്ചുനേരം ഇരുന്നു. ഇരിക്കപ്പൊറുതിയില്ലാതെ മകൻ അനിയുടെ വാതിലിൽ മുട്ടി അങ്കലാപ്പോടെ വിളിച്ചു. ഡാ അനി, ഇറങ്ങി വാടാ. ഡാ. അവൻ ഇറങ്ങി വന്നു. അയാൾ ചോദിച്ചു, എന്താടാ വിലായത്ത് ബുദ്ധയെന്ന് വെച്ച? എന്റെ ചന്ദനം ചൂണ്ടിക്കാട്ടി അവനതാ പറഞ്ഞത്. ആര്? ഡാ, അവൻ എന്റെ ചന്ദനത്തിലേക്ക് കണ്ണുവെച്ചിട്ടുണ്ട്. കരയുന്നതുപോലെ ഭാസ്കരൻ പറഞ്ഞു. ആര്? ഡബിൾ മോഹനൻ. നമ്മുടെ ചന്ദനത്തെ അവൻ നോട്ടമിട്ടിട്ടുണ്ട്. പിന്നെ അനിയും ഒന്നും മിണ്ടിയില്ല. ഭാസ്കരൻ കുറച്ചുനേരം കൂടി പേടിയോടെ കുന്നിന് മുകളിലേക്ക് നോക്കിയിരുന്നു. നൂറുകണക്കിന് മിന്നാമിന്നുങ്ങുകൾ കുന്നിന്റെ നനവിൽ പറ്റിപ്പിടിച്ച് മിടിക്കുന്നു. അവളുടെ നെഞ്ചിടിപ്പ് പോലെ. അച്ഛൻ കിടന്നുറങ്ങ്, വെളുക്കട്ടെ. ഭാസ്കരന് ഉറക്കം വന്നില്ല. ഇടയ്ക്ക് എഴുന്നേറ്റ് കുന്നിന്റെ മുകളിലേക്ക് നോക്കി. അവൻ അവിടെ നിൽപ്പുണ്ടോ? അവൻ തിരിച്ചു വരുമോ? ഇടയ്ക്ക് കണ്ണിൽ മയക്കം പിടിക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് ഒരു 9ാം ക്ലാസ്സുകാരൻ പയ്യനാണ്. അന്ന് അവൻ വെറും മോഹനൻ.